ഹലോ, ഇന്ന് നമുക്ക് വാട്ട് ഈറ്റ് ഇന്നയുടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചക്കക്കൂട്ടാനും കൂട്ടിയിട്ട് ഈ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ചക്കക്കൂട്ടാൻ്റെ കൂടെ എന്തായാലും കട്ടൻ ചായയാണല്ലോ അല്ലേ കോമ്പിനേഷൻ. പക്ഷെ എന്ത് ചെയ്യാനാ, ആദ്യം ഞാൻ കോഫി ഉണ്ടാക്കി. അപ്പോഴാണ് ഈ ഒരു ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ചക്കക്കൂട്ടാനും കോഫിയും വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയം ഉമ്മ ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇടിച്ചക്ക എന്ന് പറയും. ഈ ചെറിയൊരു ചക്ക ഉണ്ടാവുമല്ലോ, ചക്കക്കൂട്ടാൻ വെക്കുന്ന ആ ഒരു പരിവാവാത്തൊരു ചക്കയാണ്. പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും പല പല പേരിലാണല്ലോ അല്ലേ അറിയപ്പെടുക. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇടിച്ചക്ക എന്ന് പറയും. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ചക്കയ്ക്ക് എന്താ പറയാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. അങ്ങനെ ചക്ക റെഡിയായി തൊട്ടടുത്ത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇതാ ഈ ഒരു ബജി മുളക് കണ്ടത്. അപ്പോൾ കഴിഞ്ഞ നോമ്പിന് ഈ ഒരു മുളക് വെച്ചിട്ട് ഞങ്ങൾ ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മുളകിന്. പിന്നെ ഇതാ ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. സാധാരണ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ 4 അനിയത്തിമാരും വീട്ടിലുണ്ടാവാറുണ്ട്. ഇത്തവണ ഞാൻ വന്നപ്പോൾ ചെറിയ 2 അനിയത്തിമാർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ അനിയത്തി കാശ്മീർക്ക് ട്രിപ്പ് പോയതാണ്. അപ്പോൾ അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. ഒരുപാട് കാശ്മീരി വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ അനിയത്തിക്ക് ഹോസ്റ്റലിൽ നിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് അവളും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ബാക്കിയുള്ള 2 അനിയത്തിമാരെ വീട്ടിലുണ്ടായിരുന്നു. എനിവേ ഉച്ചക്കിലെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഈവനിങ്ങിലെ ചായ കൂടിയാണ് ബാക്കിയുള്ളത്. പേഴ്സണലി എനിക്ക് കട്ടൻ ചായ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ബറാത്തിരാവിൻ്റെ ആ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ രാവിലെ ഉപ്പ സ്കൂളിൽ വിട്ടിട്ട് ഈവനിങ്ങിൽ അവരെ കൂട്ടിക്കൊണ്ടുവരലാണ് കേട്ടോ ഞാനിവിടെ ആവുമ്പോൾ. അപ്പോൾ അതേ ഇന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഇതാ ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഈവനിങ്ങിലെ ചായയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു ബറാത്ത് രാവിലെ മധുരം ഉണ്ടാക്കൽ ഒരു പതിവുണ്ടല്ലോ അല്ലേ. എല്ലാ പ്രാവശ്യവും ശർക്കര ചോറ് അതല്ലെങ്കിൽ അപ്പം ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഉപ്പ പറഞ്ഞു നമുക്ക് പൂവട ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് ഇത്തവണ പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ പൊതുവേ ചായ ഒന്നും കുടിക്കാറില്ല. ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂവട ഉണ്ടാക്കാനുള്ള മാവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ, പൂവടാന്ന് തന്നെയാണോ പറയാ? ചില നാട്ടിൽ ഇതുപോലെ തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിന് ഇലയിടാന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഞങ്ങൾ പകരം സ്റ്റീം ചെയ്തെടുക്കുകയാണ്. തീരെ എണ്ണ നമ്മൾ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാം. ഈ ഒരു കോക്കനട്ട് ഫില്ലിങ്ങിൽ ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൂവട അവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഫൈനലി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പൂവടയാണ് ഇത്. അപ്പോൾ നമ്മൾ കട്ടൻ ചായയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. പൊതുവേ എനിക്ക് മധുരമുള്ള പലഹാരങ്ങളൊന്നും ഇഷ്ടമുള്ള ആളല്ല. എന്നിരുന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കോക്കനട്ടും അതുപോലെ തന്നെ ശർക്കരയും ഒക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഈവനിങ്ങിൽ 2 തവണ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഉള്ളിവട കൂട്ടിയിട്ടും അതുപോലെ തന്നെ രണ്ടാമത് പൂവട കൂട്ടിയും ചായ കുടിച്ചു. അപ്പോൾ രാത്രി വീണ്ടും ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.